ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു എഗ് ബോണ്ടയുടെ റെസിപ്പിയാണ്. എല്ലാവർക്കും അറിയുന്നതായിരിക്കും. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. അതിനായിട്ട് ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു കഷ്ണം ഇഞ്ചി, കുറച്ച് കറിവേപ്പില, ഒരു പിടി മല്ലിയില, 3-4 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ നാരങ്ങ നീര്, ഇതെല്ലാം ചേർത്ത് ഒരു ചമ്മന്തി റെഡിയാക്കി എടുക്കാം. ചമ്മന്തി റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 4 എഗ്ഗ് ബോയിൽ ചെയ്ത് ഗ്രേറ്റ് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ചമ്മന്തിയും മുട്ടയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നിന്ന് കുറച്ചെടുത്ത് മീഡിയം സൈസ് ബോൾസ് റെഡിയാക്കി എടുക്കാം. ഒരു ബാറ്റർ റെഡിയാക്കാം. അതിനായിട്ട് 1/2 കപ്പ് കടലമാവ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു പിഞ്ച് കായപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി ആഡ് ചെയ്യാം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ അരിപ്പൊടി കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഒരു 1/2 കപ്പ് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു ബാറ്റർ റെഡിയാക്കി എടുക്കാം. കട്ടയില്ലാതെ മിക്സ് ചെയ്യണം. ഒരു പാൻ ചൂടാക്കി ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള ഓയിൽ ആഡ് ചെയ്ത് കൊടുക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന ബോൾസ് ബാറ്ററിൽ മുക്കി ഓയിലിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുക. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ തിരിച്ചിട്ട് കൊടുക്കാം. എഗ് ബോണ്ട റെഡി ആയിട്ടുണ്ട്. എല്ലാ സൈഡും നല്ല ഗോൾഡൻ കളറിൽ വന്നിട്ടുണ്ട്. ഇതിനി എണ്ണയിൽ നിന്ന് കോരി മാറ്റാം. എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇങ്ങനെ ആരും എഗ് ബോണ്ട ചെയ്തിട്ടില്ലെങ്കിൽ എന്തായിരുന്നാലും ഇങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമാവും. അപ്പോൾ വീഡിയോ ഇഷ്ടമായ എന്നും പറയുന്ന പോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പുതുതായി ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അത് ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് അതിൽ ഓൾ സെലക്ട് ചെയ്യുക. നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.